നമ്മുടെ ചാനലായ കൊല്ലം മച്ചാൻസിന് എല്ലാം സ്വാഗതം. ഇന്നലെ നമ്മള് കടയിൽ പോയി കാപ്പ് കുടിച്ചായിരുന്നു, അതിന്റെ വീഡിയോ. അത് നമ്മൾ ഇന്നലെ രാത്രിയൊക്കെ വെട്ടമൊക്കെ കുറവല്ലാണ്ട് നമ്മൾ എടുക്കുന്നതിന്റെ ഇന്റർവ്യൂ ഇന്നാണ് എടുക്കുന്നത്. ഇല്ല മോട്ടെ, ഇന്നലെ കാപ്പി കുടിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു അവിടുത്തെ കാപ്പി. നിങ്ങൾ എല്ലാരും പോയി മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾ പോയി നമ്മളെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോയ ഇവിടുത്തെ ഈ കടയെന്നല്ല, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള കടയിൽ നിന്നാണ് കഴിക്കാൻ പോയത് കേട്ടോ. നമ്മൾ കഴിച്ച് ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ഇവിടെ കഴിക്കാൻ വരും. വൈകുന്നേരം സമയത്ത് പോയി രാത്രി നൈറ്റ് കട അപ്പം കഴിക്കാൻ വരുമ്പോൾ നമ്മളെപ്പോഴും ഈ വലത് സൈഡിലെ കടയിലാണ് കഴിക്കുന്നത്. ഇന്ന് ഈ ഇടത്ത് സൈഡിലെ കടയിലത് കഴിച്ചു നോക്കാൻ നമ്മൾ കയറിയത്. ഇന്ന് സൗമ്യയും അങ്ങോട്ടൊരു ദേവവും റോഡ് ക്രോസ് ചെയ്ത്, അങ്ങനെ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് ചെന്നു. അപ്പോൾ അണ്ണ ഇങ്ങനെ നോക്കുന്നു ഇവന്മാർ എന്തോ ചെയ്യുന്നതെന്ന്, വീഡിയോ ഒക്കെ എടുക്കുന്നു. അവർക്ക് അറിയത്തില്ലല്ലോ നമ്മൾ എന്താ ചെയ്യാനാന്ന്. അപ്പോഴത്തേക്ക് അനു ആദ്യം കയറിപ്പോയി. അനുവും മീനും കൂടെ കയറിപ്പോയി. അതിൻ്റെ പുറകെ പിടിച്ച് മായ കയറിപ്പോയി. അതിൻ്റെ പുറകെ ഉണ്ണിക്കുട്ടൻ്റെ പുറകെ തന്നെ മോൻകുട്ടൻ, സൗമ്യ. അപ്പോൾ എൻ്റെ കൂടെ ദേവുവാണ് കയറിയത്. ദേവു ഇതാ കയറിപ്പോയി. അപ്പോൾ അകത്ത് ഒരു അണ്ണൻ ദോശ ചുട്ടോണ്ടിരിക്കുക. അപ്പോൾ അണ്ണൻ ചെറിയ ചിരിയോടെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. ഇതെന്തോ സംഭവം എന്നറിയാൻ വയ്യില്ല, അണ്ണനെ നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറിയപ്പോഴത്തേക്ക് 2 ഡൈനിങ് ആണുള്ളത്. 2 ചെറിയ ഡൈനിങ് ആണ്. 4-8 പേർക്ക് ഇരിക്കാന്നുള്ള ചെറിയ ഡൈനിങ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇരുന്ന് ദോശ ഓർഡർ ചെയ്ത്. അപ്പോൾ ദോശയും എരിച്ചമ്മന്തിയും സാമ്പാറും അടിപൊളിയായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ പപ്പടമൊക്കെ ആയിട്ട് തിന്നാൻ അടിപൊളി ടേസ്റ്റാണ്. അത് ഞങ്ങൾ ഓർഡർ ചെയ്ത് സൗമ്യയും ദേവും കൂടെ 2 താറാവ് ഓംപ്ലേറ്റും, ഞങ്ങൾ കാട ബുൾസയായിരുന്നു ഓർഡർ ചെയ്തത്. താറാവ് ഓംപ്ലേറ്റ് ബുൾസ അടിപൊളിയായിരുന്നു. ബുൾസ കുരുമുളക് പൊടിയും അതുമായിട്ട് എടുത്ത് കഴിക്കാം. ബുൾസ അടിപൊളിയായിരുന്നു കേട്ടോ. അത് കാടോ ബുൾസ അടിപൊളി ബുൾസയായിരുന്നു. അത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അണ്ണൻ ദോശ വിട്ടോണ്ടിരിക്കും. കഴിഞ്ഞ് ഇറങ്ങി അപ്പോഴത്തെ ദോശ വിട്ടോണ്ടിരിക്കുമായിരുന്നു അണ്ണൻ. ദോശ വിട്ട് വെളിയിറങ്ങിയപ്പോൾ കിടക്കുന്ന ആൾക്കാർ ക്യൂ എന്ന് പറഞ്ഞാൽ വണ്ടികൾ വന്ന് കിടക്കുമായിരുന്നു, നിൽക്കുമോ. ഞങ്ങൾ ഇറങ്ങുന്ന കാത്ത് നിൽക്കുമായിരുന്നു ആൾക്കാർക്ക് കയറാൻ. ഞങ്ങളായിരുന്നു അകത്ത് ഇരുന്നത്. ഞങ്ങൾ ഇറങ്ങിയിട്ട് വേണം. മറ്റേ കടയിലും സാമാന്യ ആൾക്കാരൊക്കെ ഉണ്ട്, കഴിക്കാൻ വേണ്ടി നല്ല ആൾക്കാരുണ്ട്. ഈ കടയിൽ 3-4 ബൈക്കും 2-3 കാറും എല്ലാം വന്ന് നിരന്ന് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിച്ചിറങ്ങി. അനുവും ദേവും കൂടെ താണ്ട റോഡ് ക്രോസ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പോന്നു. കടയിൽ നിന്ന് ദോശയെല്ലാം കഴിച്ചിട്ട് ഇറങ്ങി. അടിപൊളി ദോശയായിരുന്നു. എങ്ങനെയുണ്ട് ദോശ? എങ്ങനെ ഉണ്ടായിരുന്നേ? അടിപൊളി ദോശ. അവിടുത്തെ ഒരു എരിച്ചമ്മന്തിയും എല്ലാം അടിപൊളിയായിരുന്നു. നമ്മൾ എല്ലാ കടയിൽ നിന്നാണ് ദോശ തിന്നത്. അപ്പൊ എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിലോട്ട് പോവാണ്. എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട്. ബൈ ബൈ. നമ്മളെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ന് കാണാത്തവർക്ക് കാണാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്തിടുക. നോട്ടാ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ എല്ലാരും. ബൈ ബൈ.